This program is brought to you by Pranav Movies, the ultimate digital experience. നോക്കിക്കേ, സമസ്താപരാധവും ഏറ്റു പറഞ്ഞ് കൈമുത്തി പി സി ജോർജ് അച്ചുവേട്ടന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത്. അച്ചുവേട്ടന്റെ കൈയും മുത്തി വിജയേട്ടന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങി വലിയ താമസമില്ലാതെ പി സിഞ്ഞു പോരും. നിങ്ങൾ നോക്കിക്കോ. ഒന്ന് പോയിത്തരാൻ ഇവിടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഇയാള് ചീഫ് വിപ്പല്ല, ചീഫ് വിപ്പ. മന്ത്രിസഭാ രഹസ്യങ്ങളൊന്നും ഇപ്പൊ ഇയാളോട് പറയത്തില്ല, പറയാൻ ഒക്കത്തില്ല. പറഞ്ഞാൽ എപ്പോ പുറത്തായെന്ന് നോക്കിയാ മതി. ഈ ഒഴിയാബാധയോ ഇറക്കി വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് സമാധാനമായിട്ടിരുന്നൊന്ന് ഭരിക്കാൻ. വീട്ടിലിരുന്ന് ഭരിച്ചാ മതി. അതിയാ ഒറ്റയ്ക്ക് ഈ വെള്ളത്തെ ആ വെള്ളത്തെ കയറത്തില്ല. പണ്ട് ആ നെയ്യാറ്റിൻകരക്കാരൻ സെൽവരാനില്ലയോ, അയാളെ മറുകണ്ഠം ചാടിച്ചതുപോലെ വാനേന്ന് ആളുകളെ കൊണ്ട് അയാൾ പോകത്തുള്ളൂ. വലയിട്ട് പിടിക്കാൻ ഈ പൂഞ്ഞാറുകാരൻ ആരാ മോൻ? ഇന്നാളെ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഓരോ CPM MLA-മാരെ ഒന്ന് ട്രൈ ചെയ്തതാ, പക്ഷേ ചീറ്റിപ്പോയി. ഓ, ഇതിലെന്താ ഇത്ര അതിശയം? PCക്ക് ചോറിങ്ങും കൂറങ്ങി ഇടതുപക്ഷത്തുവാ. പണ്ടേ അച്യുതാനന്ദ സഖാവിന്റെ കോളാമ്പിൻ താങ്ങി കുന്നും മലയൊക്കെ കുറെ കയറി ഇറങ്ങി നടന്നതാ. ഒടുക്കം ഈ അടുപ്പം അങ്ങോട്ടങ്ങ് മൂത്ത് കഴിഞ്ഞപ്പം പിണറായി കൊടുത്ത പണിയും വാങ്ങിച്ചുകൊണ്ട് UDF-ലോട്ട് ചെന്നങ്ങിട്ടേക്ക്. എന്നിട്ട് ഈ പള്ളിക്കാരെ മട്ടക്കാരെ കൂടെ കൂട്ടുപിടിച്ച് കേരള കോൺഗ്രസുകളില് മിന്നിട്ട് ഒന്ന് നടത്തി. ഇനിയും പൊലവിളി എന്നാണോ ആവോ? നിങ്ങളൊക്കെ എന്തോ പറഞ്ഞാലും PC കേട്ടാ പേടിക്കാത്ത ഒരൊറ്റ രാഷ്ട്രീയക്കാരനും ഇന്ന് കേരളത്തിലില്ല. മാണി സാറിന് തന്നെ PC കേട്ടാലേ ഒരു വിറ വരും. എന്തുവാ വിറയേ? എന്തിനാ? കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് PC ഇവിടെ കേട്ടാൽ അവിടെ മൂത്രം ഒഴിക്കും. എന്തായാലും ഇവരെയൊക്കെ കെട്ടിയിടാൻ പാകത്തിലുള്ള എന്തോ ഒന്ന് PC-യുടെ കയ്യിലുണ്ട്, അത് ഉറപ്പാ. അതാ നാക്കിന്റെ കോണവാ. ഇത് ഒരു നാക്കൊന്നുമല്ല, ഒരു 1.5 നാക്ക. പൂഞ്ഞാറിലെ ഇലക്ട്രിസിറ്റി ഓവർസിയറെ വിളിച്ച തെറി ഹോ, പെറ്റ തള്ള പൊറുക്കത്തില്ല. ഈ യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്ക്. നമ്മുടെ അച്യുതാനന്ദ സഖാവിനെ പറ്റി ഗണേശനെയും കൂട്ടി അങ്ങ് പത്തനാപുരത്തി എന്ന് എന്തൊക്കെയാ പറഞ്ഞത്. ഹരിത MLA-മാർക്ക് കൊടുത്തു ആവശ്യത്തിന്. ആത്മാഭിമാനം ഉള്ളവരാരും PCക്കെതിരെ കമാന്ന് ലക്ഷം ഇടത്തില്ല. പണ്ടേ ഇടതുപക്ഷക്കാര് പോലും മാണി സാറിനെ സാറെന്ന് വിളിക്കുമ്പോഴേ PC എന്തുവാ വിളിച്ചുകൊണ്ടിരുന്നത്? പാലാ MLA എന്ന്. എന്തിനാ? ആ ഞരങ്ങി മൂല്യം കഴിഞ്ഞുകൂടുന്ന ഗൗരവമേ പോലും വെറുതെ വിട്ടോ? സ്റ്റേറ്റുകാരെ വിരിഞ്ഞിരുന്നോണ്ടാ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. കൊടുത്താൽ പണിയേ കൊല്ലത്തുനിന്ന് കാറേ വരുമെന്നേ എനിക്ക് PC-യുടെ കാര്യത്തിലാ ബോധ്യമായത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് PC-ക്ക് ഒരു പണി കിട്ടി. മുൻ ഇടുക്കി MP ഫ്രാൻസിസ് ജോർജ് ഊടുപാടങ്ങ് തെറി പറഞ്ഞു. അതിനൊരു ഉഗ്രൻ മറുപാര PC നേരത്തെ വളർന്നു വെച്ചിരിക്കുക. നിങ്ങൾ നോക്കൂ, ഇത്തവണ ഫ്രാൻസിസ് ജോർജിന് ഇടുക്കിയിൽ സീറ്റ് കൊടുക്കത്തില്ല. അതെ, മാണി സാറിന്റെ കൂടെ ആവശ്യമാണ്. പാർലമെന്റിൽ പോയി ഫ്രാൻസിസ് ജോർജ് ഷൈൻ ചെയ്താലേ ഈ കുഞ്ഞുമാണി ജോസിന്റെ ഇമേജാ പോകുന്നത്. അതിനെ പാർലമെന്റ് എന്ന ബോർഡ് കാണുമ്പോ മുട്ടിടിക്കുകയോ ജോസ് കെ മാണിയാണ്. ഇരുന്നപ്പം മുണ്ടഴിഞ്ഞു. മുണ്ട് കുത്താൻ പാർലമെന്റിൽ എഴുന്നേറ്റേക്കാത്ത ആളായി കുഞ്ഞുമാണി. ഗ്ലാമർ ആകെയുള്ള മുതല്.
അധികാരമില്ലെങ്കിൽ ആസാണെന്ന് ഈ മാണി സാറിനറിയാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് LDF ആ സാധ്യതയെന്ന് മനസ്സിലായപ്പോ ഇപ്പൊ അങ്ങോട്ട് ഒട്ടാൻ നിൽക്കുക. അതിനുള്ള പാലമായി PC ജോർജ്. ഈ പാലം തന്നെ പാലം വലിക്കുമെന്നും മാണി സാറിന് അറിയാവേ. ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലും ഒക്കെ PC കരിങ്കൊടിയും കാണിച്ച് ഈമട്ടെറിയാന് യൂത്തന്മാരിങ്ങനെ നിരന്നു എന്നപ്പോഴ് PC വണ്ടിയിൽ അവരുടെ ഇടയിലോട്ടാ ചെന്ന് കയറിയത്. അവിടെ പുള്ളിയെ സംരക്ഷിച്ചത് ആരാ? ഈ DYFIക്കാരാ. ഇതൊക്കെ വരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നേ. ഈ PC യെ പറ്റി നിങ്ങൾക്ക് എന്തോന്നറിയാം? അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയും. തരത്തിന് കണം മാറ്റി ചവിട്ടുന്നതിന് അത് ഞാൻ ഒരു വിഷമവും ഇല്ല. ഇപ്പൊ സോളാറൊക്കെ കെട്ടിപ്പൂട്ടി അങ്ങ് ഭരണത്ത് വെച്ചിരിക്കുക. ഒരക്ഷരം മിണ്ടത്തില്ല. ഈയിടെ ഉമ്മൻചാണ്ടിക്കെതിരെ സോണിയാജിക്ക് നീട്ടിപ്പിടിച്ചെഴുതി. ഇതിപ്പോ അത് ഞാനല്ലെന്നാ പറയുന്നത്. ആ തിരുവഞ്ചൂർ ഒഴികെ ബാക്കി എല്ലാവരോടും അദ്ദേഹം പാച്ചപ്പ് ചെയ്തിരിക്കുക. പൂച്ച പാല് കുടിക്കുമ്പം അത് കരുതും അത് മാത്രമേ കാണുന്നുള്ളൂ. This program is brought to you by Pranav Movies, the ultimate digital experience.